നമ്മുടെ മുടി വളർച്ച ഇരട്ടിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കാൽപ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് സ്കാൽപ്പിലെ ഡെഡ് സെൽസും ഡാൻഡ്രോഫും മാറ്റാൻ, മുടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കൊക്കെ മാറി മുടി നന്നായി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഇതൊരു സൂപ്പർ ഹെയർ സ്ക്രബ്ബറാണേ. ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ തീർത്ത് വരാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും മികച്ച മാർഗ്ഗങ്ങളിൽ ഒന്നാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഇത് നമ്മുടെ റോസ്മേരിയുടെ അതേ എഫക്റ്റ് തന്നെ ലഭിക്കും. അപ്പോൾ ഈ ജെൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് 1 ഗ്ലാസ് നല്ല തെളിഞ്ഞ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. ഡെയിലി നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് 1 ഗ്ലാസ് കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ സ്കാൽപ്പും തലമുടിയും കഴുകുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പച്ചവെള്ളമാണെങ്കിൽ എടുക്കാവുന്നതാണ്. ഞാനിപ്പം കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്. മുടി കഞ്ഞിവെള്ളം കൊണ്ട് കഴുകുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. കഞ്ഞിവെള്ളം മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. കഞ്ഞിവെള്ളത്തിൽ അമിനോ ആസിഡുകളും വൈറ്റമിനുകളും ധാതുക്കൾ എന്നിവയും ധാരാളം ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ മുടിയുടെ വളർച്ച ഉത്തേജിപ്പിക്കുന്നതാണ്. ഇത് പതിവായി ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യേ. കഞ്ഞിവെള്ളം മുടിയെ മൃദുവും മിനുസമാർന്നതുമാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കേ. ഇത് മുടിയുടെ വളർച്ച മാറ്റും. അതുപോലെ തന്നെ മുടി നല്ല തിളക്കം നൽകുകയും ചെയ്യും കേട്ടോ. മുടിയുടെ മൊത്തത്തിലുള്ള ഒരു ഘടന തന്നെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഹെൽപ്പ് ചെയ്യും. കഞ്ഞിവെള്ളത്തിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട കാര്യമില്ല കേട്ടോ. കഞ്ഞിവെള്ളത്തിൻ്റെ മോയ്സ്ചറൈസിങ് ഗുണങ്ങൾ മുടിയെ ആഴത്തിൽ പോഷിപ്പിക്കുകയും വരൾച്ച മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് മുടിയുടെ സ്റ്റൈൽ ചെയ്യാൻ കൂടുതൽ എളുപ്പമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൊണ്ട് മുടി കഴുകുന്നത് മുടിക്ക് നല്ല ആരോഗ്യകരമായി തിളക്കം നൽകാനും കൂടാതെ മുടിയുടെ കരുത്ത് കൂട്ടുകയും മുടി ആരോഗ്യകരമായി നിലനിർത്തുകയും ചെയ്യും കേട്ടോ. ഇത് മുടിയുടെ സ്വാഭാവിക നിറം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തത്. അതിനുശേഷം 1 പിടി അളവിൽ നമ്മുടെ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. ഫ്ലാക്സ് സീഡ് ഒരു 2 വെള്ളം ഞാൻ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. കഴുകിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്തു. ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാരണം ഇത് ജെല്ല് ടൈപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ സീഡൊക്കെ നമ്മുടെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ചെയ്തപ്പോൾ തന്നെ കുറച്ചൊക്കെ സൈഡിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയ ഉടനെ തന്നെ ഇത് അരിച്ച് മാറ്റാനും മറക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അത് വിട്ടുപോയി. അതുകൊണ്ട് ഞാൻ അരിപ്പ ഉപയോഗിച്ച് കുറച്ച് മാത്രമേ എനിക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയുള്ളൂ കേട്ടോ. ബാക്കി അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമായിരുന്നു. പിന്നെ ഞാൻ ഒരു തോർത്ത് ഉപയോഗിച്ചിട്ട് ഒരുവിധം സെപ്പറേറ്റ് ചെയ്തെടുത്ത് കേട്ടോ. ഇത് നമ്മൾ ചൂടോടെ തന്നെ സെപ്പറേറ്റ് ചെയ്യണം. അല്ല എങ്കിൽ ഇത് ജെൽ ടൈപ്പ് ആയി കഴിഞ്ഞാൽ നമ്മുടെ അരിപ്പയിൽ നിന്ന് താഴോട്ട് വരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഇത് നല്ലവണ്ണം തണുത്തതിന് ശേഷം കുളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുന്നേ തലയിൽ അപ്ലൈ ചെയ്തിട്ട് മസാജൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നല്ലവണ്ണം സ്കാൽപ്പിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക. മിച്ചം ഉണ്ടെങ്കിൽ മാത്രം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ.